പ്രിയ സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം 13/11/2024 വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാകട്ടെ. ഇന്ന് നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്നതോ പ്രകൃതി നൽകിയിരിക്കുന്നതോ അല്ലെങ്കിൽ പരമ്പരാഗതമായി ലഭിച്ചിരിക്കുന്നതോ ആയ കഴിവുകൾ, ഇത് എന്നും നിങ്ങളുടെ നിധികളായി തന്നെ സൂക്ഷിക്കുക. നിധികൾ മറച്ചു വെക്കേണ്ടതല്ല, തെളിഞ്ഞിരിക്കേണ്ടതാണ്, തെളിമയോടെ എത്തേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകളുണ്ട്, കുറവുകളുണ്ട്. ഉദാഹരണത്തിന് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ഒരാൾക്ക് നീളമില്ല. അപ്പോൾ പലരും പറഞ്ഞ് നീളമില്ലാത്ത ഒരാളെ എന്തിനാണ് കളിപ്പിക്കാൻ എടുക്കുന്നത്? ഒത്തിരി നീളമുള്ളവരല്ലേ നിൽക്കുന്നത്, 6 അടി 7 അടി പൊക്കമുള്ളവർ നിൽക്കുമ്പം ഈ 5 അടി പൊക്കക്കാരൻ എന്ത് ചെയ്യാൻ സാധിക്കും? ആ പയ്യൻ അങ്ങനെ ചിന്തിച്ചില്ല. അവൻ ചിന്തിച്ചെന്തെന്നറിയോ? എനിക്ക് 5 അടി പൊക്കേ ഉള്ളൂ എന്നല്ല ചിന്തിച്ച്, എനിക്ക് 5 അടി പൊക്കമുണ്ട്, ഞാൻ അതിനകത്ത് വേഗതയേറിയ കഥാപാത്രവും. ഒത്തിരി നീളമുള്ളവരുടെ ഇടയ്ക്കൂടെ ഊഴ്ന്നു പോകാൻ അവന് കഴിവുണ്ട്. അതിലവൻ വിശ്വസിച്ചു. അവനങ്ങനെ ലോകപ്രശസ്തനായ കളിക്കാരനെത്തി തീർന്നു. ഒരു കഥയല്ല, ജീവിതത്തിൻ്റെ സംഭവം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത് നിങ്ങളുടെ കഴിവുകളാണ്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞു പറയാം. ഉദാഹരണത്തിന് സയൻസ് പഠിക്കാൻ നല്ല കഴിവുണ്ട്, മാത്സ് ഇച്ചിരി പിന്നിലാണ്. നിങ്ങൾ നിങ്ങളുടെ സയൻസ് പഠിക്കാനുള്ള കഴിവിനെക്കുറിച്ച് ചിന്തിക്കൂ. മാത്സ് ഓട്ടോമാറ്റിക്കലി വന്നോളും, മാത്സ് വന്നോളും. എന്നുവെച്ചാൽ മാത്സ് തുടരണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. മാത്സ് ഉപേക്ഷിച്ച് വെക്കണമെന്നല്ല. പക്ഷേ സയൻസിലുള്ള നിങ്ങളുടെ കഴിവ്, അവഗാഹമായ നിങ്ങളുടെ ജ്ഞാനം നിങ്ങളുടെ സയൻസിനെ നിങ്ങളുടെ മാത്സിനെ പ്രകാശിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളിൽ പരിശ്രമിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക. രണ്ടാമത്, ഏതെങ്കിലും കാര്യം കണ്ടാൽ, എന്തെങ്കിലും കണ്ടാൽ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല ആദ്യം പറയേണ്ടത്. എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, ഇത് ഞാൻ ചെയ്തിരിക്കും. പരിശ്രമിക്കൽ എന്തിനേയും കരത്തിലാക്കിടാം എന്ന് പറയുന്നത് പോലെ ഇതെന്നെ കൊണ്ട് സാധിക്കും. എല്ലാ ദിവസവും രാവിലെ ഇറ്റ് ഈസ് പോസിബിൾ ടു മീ, ഇറ്റ് ഈസ് പോസിബിൾ ടു മീ. അത് ആൽക്കെമിസ്റ്റിനകത്ത് വളരെ സുന്ദരമായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഒരു സ്വപ്നം, ആ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ വാക്കാണ്, എങ്കിൽ ഈ പ്രകൃതിയും ഈ ലോകവും എല്ലാം നിങ്ങളുടെ സ്വപ്നത്തോടൊപ്പം ചേർന്ന് നിൽക്കും അതത് സാധ്യതമാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കഴിവുകളിൽ പൂർണ്ണ ആശ്രയം കൊടുത്ത് പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാതെ, പരിമിതിക്കപ്പുറത്ത്, വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്ന വിഹായത്തിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ദിവസം ഒരു തവള അതിങ്ങനെ ചാടി നടക്കുക. ചാടി നടക്കുമ്പം ആ പച്ചത്തവള ഒരു പാലിൻ്റെ കുടത്തിനകത്ത് വീണുപോയി. എത്ര തിരിച്ച് ചാടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ തവള ന്നു അതായത് എങ്ങനെ ഇതിന് പുറത്ത് ചാടും? അത് ചാടി ചേർന്ന് നോക്കി, നടക്കുന്നില്ല. കുറേ നേരം ശരീരത്തിന്, എൻ്റെ ദേഹത്തിന് ക്ഷീണം വന്നാൽ പിന്നെ റെസ്റ്റ് ചെയ്തു. പിന്നെയും അത് ചിന്തിച്ചു, എന്തായാലും ഈ പാലിൽ കിടന്ന് മരിക്കാൻ തീരുമാനിക്കുന്നില്ല, എങ്ങനെയല്ലേ ചാടാം. അങ്ങനെ വീണ്ടും ചാടി കുറേ കഴിഞ്ഞപ്പം ആ പാലിനകത്ത് ഒരു വെണ്ണക്കെട്ട് രൂപപ്പെട്ടു. ആ വെണ്ണക്കെട്ടിയുടെ മുകളിൽ ഈ തവള കയറിയിരിക്കുക. തവള കയറിയിരുന്നിട്ട് ആ കുറച്ചു നേരം അത് വിശ്രമിച്ചതിന് ശേഷം തൻ്റെ സർവ്വശക്തിയും എടുത്ത് പുറത്തേക്ക് ചാടി. ഇതാണ് പരിശ്രമം. നമുക്ക് സാധിക്കില്ല എന്ന് ചിന്തിച്ച് ഉറങ്ങിക്കൂടി എവിടെയും ഒതുങ്ങിയിരിക്കുകയല്ല, നേരെമറിച്ച് നമുക്ക് സാധിക്കും എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ പരിശ്രമിക്കാം. അവിടെ ഒരു പക്ഷേ വിമർശനങ്ങൾ വരും, നിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നവരും ഒക്കെ വരട്ടെ, സാരമില്ല. വിമർശനങ്ങളൊക്കെ നമുക്ക് വളരാനുള്ള പടവുകളാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. പരിശ്രമിക്കുന്നവനെ, നമ്മൾ നിത്യമായി പരിശ്രമിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വൈതരണികൾ, തടസ്സങ്ങളൊക്കെ വരും. ഇതൊന്നും ഒരു കാര്യമില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ല മാങ്ങയൊക്കെ ഇഷ്ടമാണ്, മാമ്പഴം വേണമെന്നില്ല, ഏറ്റവും നല്ല ചെറിയ ഇഷ്ടമാണ്, നല്ല ആപ്പിൾ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ചൂണ്ടയിട്ടിരിക്കുമ്പം ഈ ആപ്പിളിൽ കൊരുത്ത് ഒരു ശകലം ഒരു മീനെ പിടിക്കാൻ നോക്കിയും, ആപ്പിൾ സുന്ദരമാണ്. ഒരു ആപ്പിൾ എ ഡേ എന്നാണ് പറയണേ. അത് ഹെൽത്തിന് ഒരു ആപ്പിൾ മതി ഒരു ദിവസം, അല്ല 2 ആപ്പിൾ കഴിച്ചാൽ മതി ഒരു നേരത്തെ ആഹാരത്തിന്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നിലനിൽക്കും. പക്ഷേ ഈ ആപ്പിൾ ഇട്ടിട്ട് എന്ത് പറ്റും? ആപ്പിൾ ഇട്ടിട്ട് മീൻ കൊത്തൂല. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായി ആപ്പിൾ ഇട്ടാൽ കൊത്തൂല. അയാളെന്ത് ചെയ്ത് ഏറ്റവും വാടയുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രകൃതിയിലെ മണ്ണിര നല്ലതാണ്, ആ മണ്ണിരെ അതല്പം അതിൻ്റെ ദേഹത്തിൽ ചളിയൊക്കെ ഉണ്ട്, അത് കൊടുത്തിട്ടപ്പം മീൻ പിടിച്ചു. ഇതാണ് നിങ്ങളെ വിമർശിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്. അതേ മണ്ണ് അത് ഈ അതുപോലെ കണ്ടേക്കുക. നല്ല ആപ്പിളിനെ സ്വീകരിക്കാൻ ചിലർക്ക് സാധിക്കില്ല, നല്ല പഴത്തെ സ്വീകരിക്കാൻ സാധിക്കില്ല. ചിലർക്ക് എപ്പോഴും എന്ത് വേണം? ഇങ്ങനെയുള്ളത് തന്നെ വേണം. മണ്ണിരെ കുറച്ച് കാണിക്കുകയല്ല, അങ്ങനെയുള്ളത് വേണം. അപ്പോൾ അങ്ങനെയുള്ളത് കാണാൻ ആഗ്രഹിക്കുന്ന അത് മാത്രമേ എപ്പോഴും കാണുള്ളൂ. അപ്പോൾ വിമർശനങ്ങളെ പേടിക്കുകയല്ലേ,
നിങ്ങൾ വിമർശനങ്ങളെ ഒരു സ്റ്റെപ്പ് പോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കഴിവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഒരുപാട് പടവുകൾ മുന്നോട്ട് പോകാനുണ്ട് എന്ന് ദിവസവും ചിന്തിക്കുന്നവന് അധികം ഉറങ്ങാൻ സമയം കാണത്തില്ല. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുക, സന്ധ്യയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ. സന്ധ്യ നല്ലതാണ്. അപ്പോൾ ഒരുപാട് നന്മ ദിവസം പരിശ്രമിക്കുക, എന്തിനേയും കരുത്തിലാക്കാം എന്ന ചിന്തയോടെ ഇന്നത്തെ ചിന്തകൾ നിർത്തുന്നു. ജോൺസൺ കരൂർ.